നമസ്കാരം. ശിവസന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു നൽകുകയാണ്. ശ്രദ്ധയോടെ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വധിക്കൂ. ഓം നമഃ ശിവായ എന്നോ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമമോ കമന്റായി രേഖപ്പെടുത്തി വധിക്കൂ. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഭഗവാൻ കൃത്യമായി തന്നെ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓരോ സ്പന്ദനവും ഭഗവാൻ അറിയുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായും ഈ സമയം ശാന്തത കൈവിടാൻ പാടില്ല എന്ന് തന്നെ ഭഗവാൻ അർത്ഥമാക്കുന്നു. ഈ സമയം നിങ്ങൾ ഈ കാര്യങ്ങൾ പൂർണ്ണമായും വളരെ ശ്രദ്ധയോടെ തന്നെ കേൾക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശം തന്നെയാണ്. അതിനാൽ ഇത് ഭഗവാന്റെ ഈ വാക്കുകൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണകരമായി ഭവിക്കുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിരവധിയാർന്ന പ്രാർത്ഥനകൾ ഉള്ളവരാണ്. ഭഗവാനോട് നിരവധിയാർന്ന പ്രാർത്ഥനകൾ ഭഗവാന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല വിധത്തിലും കഷ്ടതകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് കഷ്ടതകൾക്ക് ഒരു പര്യവസാനം, ഒരു മാറ്റം സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതായ ഒരു അവസരമുണ്ട്. അതിൻ്റെ തുടക്കം കുറിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് അർത്ഥമാക്കുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് കരുതരുത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉള്ളതിനാൽ തന്നെ തീർച്ചയായും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന ചിന്ത ഈ സമയം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ നിരാശ അത് തീർച്ചയായും ഭഗവാൻ മനസ്സിലാക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ നിങ്ങളുടെ നിരാശ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ നെടുവീർപ്പ് പോലും ഭഗവാൻ കേട്ടിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ധനപരമായോ മറ്റു പ്രയാസങ്ങളോ അത്തരത്തിൽ ഭാരം നിങ്ങൾ വളരെയധികം അനുഭവിച്ചു പോരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ധനപരമായ അല്ലെങ്കിൽ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ആ അനുഭവങ്ങൾ അത് ഭഗവാൻ കൃത്യമായി കേട്ടിരിക്കുന്നു എന്ന സന്ദേശം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ടെൻഷൻ നിങ്ങൾ അനുഭവിച്ച് പോരുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ഹൃദയം വളരെയധികം വേദനിച്ചിരിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. വളരെയധികം നീറി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നതായ വിഷമകരമായ കാര്യങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ മൂലം ഉണ്ടായിരിക്കുന്ന വിഷമതകളുടെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. ആ മുറിവുകൾ ഇപ്പോഴും നിങ്ങളിൽ നിലനിൽക്കുന്നു എന്ന സന്ദേശം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും മുൻപിൽ ഇത്തരം കാര്യങ്ങൾ മറച്ചു വയ്ക്കുവാൻ നിങ്ങൾ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. പലപ്പോഴും നിങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നവർ തന്നെയാണ്. പലപ്പോഴും ഒറ്റപ്പെടലിൻ്റെ ആഴം അത് നിങ്ങൾക്ക് അത്രമേൽ വിഷമകരമാണ് എന്നതാണ് വാസ്തവം. അത് ഭഗവാൻ കൃത്യമായി മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ പല കാര്യങ്ങളിലും ആരും കാണാതെ കരയുന്നതായ സാഹചര്യമുണ്ട്. അത്തരത്തിൽ കണ്ണ് നിറയുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ, അതായത് വിഷമകരമായ കാര്യങ്ങളെ പലപ്പോഴും തരണം ചെയ്യുവാൻ വളരെയധികം പ്രയാസം നേരിടുന്നതായ സാഹചര്യമുണ്ട്.
ഈ സമയം നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യതയോടെ കേൾക്കണം. ഇനി നിങ്ങളെ അത്തരത്തിൽ വിഷമിപ്പിക്കുവാൻ ഒരിക്കലും മറ്റുള്ളവർ മൂലം നിങ്ങൾ വിഷമിക്കുവാൻ ഭഗവാൻ അനുവദിക്കില്ല എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും മാറുവാൻ പോകുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകാര്യമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടതായി വരാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യതയോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം തീർച്ചയായും ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നൽകുന്നതായ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ തീർച്ചയായും നിങ്ങൾ തയ്യാറാകേണ്ടത് അനിവാര്യമാണ്. ഈ സമയം തീർച്ചയായും ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ സമയം പൂർണ്ണമായും വിശ്വാസം വച്ച് പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. വിശ്വാസമാണ് ഈ സമയം പരമപ്രധാനമായിട്ടുള്ളത്. ഭഗവാനിൽ പൂർണ്ണമായി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണമായും വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഒരിക്കലും നിങ്ങൾ സംശയിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സംശയം പാടുള്ളതല്ല. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ക്ഷമ വളരെ അനിവാര്യമാണ് എന്ന് കാണുന്നു. പലപ്പോഴും ക്ഷമ നഷ്ടമാകുന്ന സാഹചര്യമോ അതുമൂലം ചില അബദ്ധങ്ങൾ പിണയുന്നതായ സാഹചര്യമോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനാൽ ക്ഷമ തീർച്ചയായും നിങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കണം. അതായത് ഏത് കാര്യമാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതേക്കുറിച്ച് കൃത്യമായ ചിന്ത, അത്തരം കാര്യങ്ങൾ അനിവാര്യമാണ്. പൂർണ്ണമായും മനസ്സിലാകാതെ അപൂർണമായ അറിവ് അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങൾ ഒരിക്കലും തെറ്റുകൾ ആവർത്തിക്കരുത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. തെറ്റുകൾ അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ്. ഈ സമയം കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കണം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്കുള്ള അത്ഭുതം അത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സാഹചര്യമുണ്ട്. എത്രയോ ശക്തരായ അല്ലെങ്കിൽ ശക്തി നിറഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം. ശക്തിയുടെ ഉറവിടം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും, അതായത് നിങ്ങളുടെ ശക്തി നിങ്ങൾ മറന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് ഉണർത്തുവാൻ നിങ്ങൾക്ക് സമയമായിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റുള്ളവരിൽ നിന്നും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശക്തി നേടുവാൻ സാധിക്കും. അതായത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യതയോടെ പ്രവർത്തിക്കാനും ശക്തിയോടെ മുന്നോട്ട് പോകുന്നതിനാൽ അവർ പറയുന്നതായ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളെ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങൾക്ക് സന്തോഷം, സമാധാനം കണ്ടെത്തുവാൻ സാധിക്കും. എങ്കിലും അതിൽ വിഘ്നങ്ങൾ സൃഷ്ടിക്കുവാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം ഭഗവാന്റെ ഒരു അംശം തന്നെയാണ് നിങ്ങൾക്കുള്ളിലുള്ളത് എന്നതാണ് സത്യം. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർ പലപ്പോഴും പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ അതോർത്ത് നിങ്ങൾ വിഷമിക്കാൻ പാടുള്ളതല്ല. അവരുടെ വാക്കുകൾ നിങ്ങളെ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളിലേക്ക് ഭഗവാൻ പ്രകാശം ചൊരിയുന്നതായ സമയമാണ്. ധൈര്യവും സ്നേഹവും നിറഞ്ഞ സാഹചര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു ആശയക്കുഴപ്പം, വിശ്വാസ്യത കുറവുണ്ട് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് കുറവില്ല എന്നൊരു ചിന്ത കടന്നു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളിലും ഒരു കുറവ് നിങ്ങൾക്കുണ്ട് എന്ന് ചിന്തിക്കുന്ന എന്ന് വാസ്തവമാണ്. അതിലൊരു മാറ്റം സംഭവിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം നിരാശ തോന്നുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം,
നിങ്ങൾ അത്തരത്തിൽ വിഷമിക്കേണ്ടതായ സാഹചര്യമില്ല എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഭഗവാൻ പുതിയ വഴി ഭഗവാൻ തന്നെ തുറന്നു നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് താമസമില്ല എന്ന കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. നല്ലതിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതിനു വേണ്ടി ഭഗവാൻ ഒരുക്കുന്ന സമയം തന്നെയാണ് മുൻപിലുള്ളത്. നിങ്ങൾ ഒരിക്കലും കരയുന്നത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കില്ല. അതിനാൽ തന്നെ നിങ്ങൾ വിഷമിക്കാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്ന് കാണുന്നു. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ അത് തീർച്ചയായും ഭഗവാന്റെ ഇച്ഛപ്രകാരം ചില കാര്യങ്ങൾ അനുകൂലമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യം അത് തീർച്ചയായും നിങ്ങൾ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ തീർച്ചയായും ഈ കേൾക്കുന്നതായ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. വളരെയധികം കഷ്ടപ്പാടുകളും കണ്ണിൽ നിന്നും കണ്ണുനീർ നിറയുന്നതായ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിൽ ഭഗവാൻ ഒരു അവസാനം കുറിക്കുന്ന സാഹചര്യമുണ്ട്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് ആരംഭം കുറിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പഴയ വഴികളൊക്കെ അവസാനിച്ചു എന്നതാണ് വാസ്തവം. ഇനി മുന്നോട്ട് മാത്രം നിങ്ങൾ നീങ്ങേണ്ടതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും കാത്തിരിപ്പ് നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ആ കാത്തിരിപ്പ് അവസാനിപ്പിക്കുവാനുള്ള അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി അതിന് അധികം താമസം വേണ്ടിവരില്ല എന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ്. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ കാര്യങ്ങൾ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉറക്കമില്ലാത്തതായ അവസ്ഥകൾക്ക് ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ആ വിഷമതകൾക്കും ഒരു പരിഹാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയം തന്നെയാണ് മുൻപിലുള്ളത് എന്നതാണ് വാസ്തവം. ബഹുമാനവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ശുഭകാര്യം അത് സന്തോഷകരമായ വാർത്തയാണ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ പിന്നോട്ട് നോക്കേണ്ടതായിട്ടില്ല എന്നതാണ് വാസ്തവം. പിന്നോട്ട് നോക്കുന്നത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുന്നതല്ല. അതിനാൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾ പഴയ മുറിവുകളൊക്കെ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് അത്തരം കാര്യങ്ങളിലുള്ള ചിന്തകൾ ഈ സമയം പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും നിങ്ങൾ തകർന്നു പോകുവാനുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിൽ കടന്നു വരും എങ്കിലും അത്തരം കാര്യങ്ങളെ തീർച്ചയായും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ വീണു പോകരുത് എന്നതാണ് വാസ്തവം. ഈ സമയം തിളക്കത്തോടെ തന്നെ നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറുന്ന പുതിയൊരു വ്യക്തിത്വം നിറയുന്നതായ സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള ആരംഭമായി തന്നെ പരാമർശിക്കാം. പരീക്ഷണ കാലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിരവധിയാർന്ന് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത്തരത്തിൽ പരീക്ഷണ കാലങ്ങൾക്ക് ഒരു അവസാനം സംഭവിക്കുകയാണ് എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി അനുഗ്രഹങ്ങൾ സാഹചര്യങ്ങൾ അതായത് അനുഗ്രഹത്തിന്റെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുങ്ങുകയാണ്. അതിനുള്ള അവസരം തന്നെയാണ് കടന്നു വരുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. തീർച്ചയായും ഇവിടെ ആശങ്കപ്പെടുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് പല കാര്യങ്ങൾ പ്രത്യേകിച്ചും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പോലുമാകാം. അതിലൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാം. ഈ സമയം സമാധാനിക്കുവാനുള്ള ഒരവസരം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും പല കാര്യങ്ങളിലും അഭിമാനിക്കുവാനും സന്തോഷിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലുള്ള നിരാശകളും വിഷമകരമായ സാഹചര്യങ്ങളും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ പോലും
ആ നഷ്ടങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഭഗവാൻ ഒന്നും കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ അത് തെറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സമയം നിങ്ങൾ ആ ദുഃഖത്തിൽ അലിഞ്ഞില്ലാതെ ആകെ പോകുവാൻ ഒരിക്കലും സാധിക്കുന്നതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അവസരങ്ങളുണ്ട്. അത് കൃത്യതയോടെ വിനിയോഗിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും മാറാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിൽ നിന്നും പുറത്ത് കടക്കണം എന്നാഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂല ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. സന്തോഷം നൽകുന്നതായ ചില പ്രവൃത്തികൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ നൽകുന്നതായ സന്ദേശങ്ങൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതിനാൽ തീർച്ചയായും ഈ സമയം പ്രതിസന്ധികളെ തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായും എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കാനായി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിൽ പല കാര്യങ്ങളും ഭംഗിയോടെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി അത് നിങ്ങളുടെ ജീവിതത്തിൽ തുണയായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. പരാജയങ്ങൾ സംഭവിച്ചാൽ പോലും ആത്മധൈര്യത്തോടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ അനുഭവിച്ച വിഷമതകൾക്ക് ഒരു പരിഹാരം അവസാനം ഉണ്ടായേ പറ്റൂ എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങളുടെ ത്യാഗത്തിന്റെ ഫലം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പുതിയ തുടക്കങ്ങൾ കുറിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും പുതുതായി നിങ്ങൾക്ക് ചില പ്രവൃത്തികൾ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇപ്പോൾ നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നതായ പല കാര്യങ്ങൾക്കും ഒരു ഫലം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പുതിയ ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം ശരിയായത് തിരഞ്ഞെടുക്കുവാനും തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. അനുയോജ്യമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ ഈ സമയം പ്രവർത്തിക്കണം. അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിച്ച് മുന്നോട്ട് പോകണം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ചില വ്യക്തികൾ നിങ്ങളെ സ്നേഹിക്കുവാൻ തുടങ്ങുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾ കൃത്യതയോടെ സമയം ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ കടന്നു വരുന്ന സമയമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഗുണകരമായ ഒരു മാറ്റം പ്രകടമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾ ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകണം. അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക.